അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പച്ചപ്പട്ടാണിയും കോവയ്ക്കയും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, ദോശ, അതുപോലെ ചോറ് എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ പച്ചപ്പട്ടാണി നമ്മൾ പയറിൽ നിന്ന് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുക്കണത് തന്നെ വേണം കേട്ടോ, ഉണക്കിയെടുത്തിട്ട് ഉപയോഗിക്കാൻ അതുപോലെ പറ്റില്ല. അപ്പോൾ അതിൽ കൂടുതൽ ഒരു പയർ ചെടിയിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിട്ട് വഴറ്റിയെടുത്തു. വെളിച്ചെണ്ണയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വഴറ്റിയെടുത്തുള്ളൂ. അതുപോലെ തന്നെ കോവയ്ക്കും വെളിച്ചെണ്ണയും ഉപ്പിട്ട് വഴറ്റി 2-3 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു എരിവും കൂടെ കിട്ടാനായിട്ട്. ഇതെല്ലാം തിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്പ്നെസ് വേണം കേട്ടോ ഈ കോവയ്ക്കയ്ക്ക്. പച്ചപ്പട്ടാണി പിന്നെ വെന്ത പോലെ ഇരിക്കണം ശരിക്കും. പിന്നെ അതിലേക്ക് ഒരു നുള്ള് അര ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു നുള്ള് ജീരകവും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഞെരടി ചേർക്കുക. അതിന് മീതെ യോഗട്ട് ഒഴിക്കുക, ഇളക്കുക, യോജിപ്പിക്കുക. നമ്മുടെ ഡിഷ് തയ്യാറായി. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ പത്തിരിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഡിഷസ്, നല്ല നല്ല കറികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ന് ഞാനിത് കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോസായിട്ട് കാണാം.